തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ പുതിയ അതിഥിയെത്തി. വേനൽ മഴയ്ക്കൊപ്പം എത്തിയ അവൾക്ക് മഴയെന്ന് പേരിട്ടു. ശിശുക്ഷേമ സമിതിയുടെ കരങ്ങളിൽ മഴ സുരക്ഷിതമായിരിക്കുന്നുണ്ട്. മഴ തിമിർത്തു പെയ്ത ഇന്നലത്തെ വെളുപ്പാൻകാലത്താണ് അവളെത്തിയത്. തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിലെ പുതിയ അതിഥി. രാവിലെ വെളുപ്പിന് 3:44 സമിതി സെക്യൂരിറ്റി റൂമിൽ അതോടൊപ്പം നേഴ്സസ് റൂമിൽ അലാറം എത്തുന്നു. പുതിയ അതിഥിയുടെ വരവറിയിച്ചുകൊണ്ട് അലാറം എത്തുന്നു. നല്ല മഴയുള്ള സമയമായിരുന്നു. മഴയത്താണ് എത്തിയത്. 3 ആഴ്ച പ്രായമുള്ള കുഞ്ഞിനെയാണ് വെച്ചിട്ട്. പെൺകുഞ്ഞാണ്, ആരോഗ്യവതിയാണ്. ഇപ്പോൾ സമിതിയുടെ പരിചരണയിൽ തന്നെ ഉണ്ട്. അവൾക്ക് മഴയെന്നു പേരിട്ടു. ഇട്ടേച്ചുപോയ അമ്മയറിയാൻ മഴയുടെ സുഖമായിരിക്കുന്നു. ശിശുക്ഷേമ സമിതിയുടെ ലാളനയിലാണ്. കൊച്ചിയിൽ ആഗ്രഹിക്കാതെ വന്ന കുരുന്നിനെ അമ്മ വലിച്ചെറിഞ്ഞു കൊന്ന സങ്കടം നമുക്ക് മാറിയിട്ടില്ല. അതല്ല പോംവഴിയെന്ന് പറയുകയാണ് ശിശുക്ഷേമ സമിതി. തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിൽ പദ്ധതി ആരംഭിച്ച ശേഷം കിട്ടുന്ന 599ാമത്തെ കുഞ്ഞാണ് ഇന്നലെ വന്ന മഴ. കഴിഞ്ഞ 10 മാസത്തിനിടെ വന്ന 13ാമത്തെ കുരുന്ന്. ഈ വർഷം 25 കുഞ്ഞുങ്ങൾ പുതിയ മാതാപിതാക്കളുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് പിച്ചവെച്ചുപോയി. ഇനി മഴയെ കൊണ്ടുപോകാനും വരും പുതിയ അമ്മയും അച്ഛനും. വിവിധ സംവിധാനങ്ങളും മാർഗങ്ങളുമുണ്ട് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ കഴിയുക. അപ്പൊ അമ്മത്തൊട്ടിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗമാണ്. അതോടൊപ്പം തന്നെ നിയമപരമായി ഉപേക്ഷിക്കാൻ കഴിയുന്ന, നിയമം തന്നെ അനുശാസിക്കുന്ന മാർഗങ്ങളുണ്ട്. അത് CWC മുഖാന്തരം തന്നെ സറണ്ടർ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുണ്ട്. വൈകുന്നേരം മറ്റൊരു കുഞ്ഞിനെ സറണ്ടർ മുഖേനയും തിരുവനന്തപുരത്ത് തന്നെ സമിതിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.